ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ റീജ. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഗർ സീരീസ് കംപ്ലീഷന്റെ പാർട്ട് 2 ആണ്. അപ്പൊ ഇത് ഫൈനൽ പാർട്ടാണ്. അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഫിഗർ കംപ്ലീഷൻ, ഫിഗർ സീരീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോ നമ്മളുടെ ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാവരും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യുക. ഫിഗർ സീരീസ് കംപ്ലീഷൻ ആണ്. There are 3 problems figures on the left hand side and the space for the fourth figure is left blank. 1, 2, 3. Left hand side ല് 3 ഫിഗർ ഉണ്ട്. ക്വസ്റ്റ്യൻ ഫിഗർ ബ്ലാങ്ക് ആണ്. പ്രോബ്ലം ഫിഗേഴ്സ് ആർ ഇൻ എ സീരീസ്. ഇതൊരു സീരീസിൽ പോയേക്കുകയാണ്. അതിനെയാണ് ഫിഗർ സീരീസ് എന്ന് പറയുന്നത്. ഫിഗേഴ്സ് ഒരു സീരീസിലാണ് പോകുന്നത്. ഫൈൻഡ് ഔട്ട് വൺ ഫിഗർ ഫ്രം എമംഗ് ദി ആൻസർ ഫിഗേഴ്സ് ഗിവൺ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് ഓരോ ആൻസേഴ്സ് കാണാം. ഇതിൽ നിന്ന് നിങ്ങൾ ഒരു ആൻസർ എടുക്കുക. which occupies the blank space for the fourth figure on the left hand side and complete the series. ഈ ക്വസ്റ്റ്യൻ മാർക്കിന് കറക്റ്റ് യോജിക്കുന്ന ഒരു ഉത്തരമാണ് ഈ ഓപ്ഷനിൽ കാണുന്നത്. ക്വസ്റ്റ്യൻ ഭയങ്കര ബിഗ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻസർ വളരെ സിമ്പിൾ ആണ്. തന്നിരിക്കുന്ന ഉത്തരം ഏതെന്ന് പറയുക. അപ്പൊ നമുക്ക് കമന്റ്സ് നോക്കാം. ഇന്ന് നമ്മുടെ ആദ്യ ചോദ്യത്തിൽ ഏറ്റവും ആദ്യമായി പറഞ്ഞുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് പറയുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹായ് ഷൗഹാൻ. ഇവയാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്. കൺഗ്രാറ്റ്സ് ഇവ. പൊന്നു ആൻസർ പറഞ്ഞു. റിതിൻ ലിജോ പറഞ്ഞു. ജോബി പീറ്റർ പറഞ്ഞു. അനീക പറഞ്ഞു. ഓക്കെ, ആൻഡ്രിയ, അഭിരാമി, ഹന്ന എല്ലാരും ആൻസർ പറയുന്നു. അപ്പൊ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്താണ് എന്ന് നോക്കാൻ പോവുകയാണ്. ഈ ഫിഗർ നമ്മൾ അനലൈസ് ചെയ്തു. ആദ്യം ഒരു കുത്താണ് അല്ലെ, ജസ്റ്റ് ഒരു പോയിന്റ് ഇവിടെ ഇങ്ങനെ വരുന്നു. എന്താണ് ഇത്? ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ മുട്ടിക്കൊണ്ടാണോ? അല്ല, ഇച്ചിരി നീങ്ങിയാണ് വരുന്നത്. അത് കഴിഞ്ഞതാണ്ട് ഈ അറ്റത്തോട്ട് വന്നു. പിന്നെ ഈ ഒരു സെന്ററിൽ വന്നു. ഇതൊരു 45 ഡിഗ്രി അല്ലെ, അല്ലെങ്കിൽ ഒരു 90 ഡിഗ്രി എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു റൊട്ടേഷൻ ആണ് വരുന്നത്. ഇതൊരു ക്ലോക്ക് വൈസിലാണ് വരുന്നത്. അടുത്തത് ഇവിടെ വരണം, ഇവിടെ വരണം. മുട്ടരുത്, കുറച്ച് മുകളിൽ നിൽക്കണം. അപ്പൊ ഇതല്ലേ മുട്ടാൻ പാടുണ്ടോ? കുറച്ച് മുകളിൽ നിൽക്കണ്ടേ? ഇത് താണ്ട് ഇവിടെയാണ് വന്നത് അല്ലെ, കോണാണ് വന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോണിൽ തന്നെ കൊടുക്കാം. ക്ലിയർ ആണ്? ഇപ്പൊ നമ്മളുടെ ഈ ഒരു ഫിഗർ നോക്കിയപ്പോൾ സെന്ററിലാണ് വന്നത്. അടുത്തത് ഈ കോണിലാണ് വന്നത്. അടുത്ത സെന്ററിൽ വന്നു. അടുത്ത നമുക്ക് ഈ കോണിൽ കൊടുക്കാം. അപ്പൊ കോണിൽ കൊടുത്തു. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ്. ഒന്ന് സെന്ററിൽ വന്നു, കോണിൽ വന്നു, പിന്നെ നമ്മൾ സെന്ററിൽ വന്നു. ഇനി നമുക്ക് കോണിൽ ഇത് കൊടുക്കാം. മുട്ടരുത്, ദൂരെ നിൽക്കണം. അപ്പൊ ആൻസർ ഓപ്ഷൻ 3 ആണ്. എല്ലാവർക്കും ആൻസർ കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയവരെല്ലാരും ഒന്ന് ഇമോജീസ് ഇട്ടേ. എത്ര പേർക്ക് ആൻസർ മനസ്സിലായി? ഇന്ന് കുറച്ചു പേര് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണോ? ഓക്കെ ആണ്. ഹായ് ആവണി, ആൻസർ കിട്ടി. ഹായ് ശിവനന്ദ, ഏഞ്ചല, ആൻസർ കിട്ടിയോ? ക്ലിയർ ആണ്. ഹന്നയ്ക്ക് ആൻസർ കിട്ടി. അപ്പൊ എല്ലാവർക്കും ആൻസർ കിട്ടി. 3 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരും ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ ഫിഗർ ഇതാണ്. ഫിഗർ സീരീസ് കംപ്ലീഷൻ ആണ്. ആൻസർ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ, ബി, സി, ഡി. ഹായ് ഷെറിൻ പീറ്റർ, ഹായ് അഭിരാമി, ഹായ് റയാൻ. ഓക്കെ, അനുവിന് മനസ്സിലായി, ഹന്ന പിടികിട്ടി, അഞ്ജലി മനസ്സിലായി. അപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ ആൻസർ താണ്ടേ വന്നു കഴിഞ്ഞു. മുഹമ്മദ് ഷൗഹാൻ ആണ് ആദ്യമായിട്ട് ആൻസർ പറഞ്ഞത്. സന്ദീപ് ആൻസർ പറഞ്ഞു, ആൻഡ്രിയ പറഞ്ഞു, ഹന്ന പറഞ്ഞു, ഷീന പറഞ്ഞു, പൊന്നു ആൻസർ പറഞ്ഞു.
അനിക ആൻസർ പറഞ്ഞു. ഇനി ഇവ, ആരോൺ, മഞ്ജു, രാഹുൽ എന്നാണ് പേര്. ഓക്കെ, രാഹുൽ. അപ്പൊ എല്ലാരും ആൻസർ പറയുന്നു. ആവണി പറയുന്നു, ആൻഡ്രി പറയുന്നു, എല്ലാരും ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻ സി എന്നാണ് എല്ലാവരുടെയും ആൻസർ. ഇവിടെ നോക്കുക, ഇത് ഇങ്ങോട്ടാ ഒന്നാമത്തെ ഫിഗർ. മൂന്നാമത്തെ ഫിഗറിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്, ഈ കണ്ടതിന്റെ ഓപ്പോസിറ്റ് ആണ്. രണ്ടാമത്തെ ഫിഗർ താഴോട്ടാണെങ്കിൽ സെക്കൻഡ് ഫിഗർ, ഫോർത്ത് ഫിഗർ എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് വരണം. ഇതിന്റെ ഓപ്പോസിറ്റ് വരണം. ക്ലിയർ ആണ്? ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ആണോ? ഇത് അല്ല. ഇത് സൈഡല്ലേ? അല്ല. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. എന്നാൽ ഇവിടെ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ആരോ. ഇവിടെ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ആരോ. ഒരേ ഡയറക്ഷനാണ് ആരോ. ഇവിടെ ഒരെണ്ണം ഇതും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്. ഇത് പറ്റത്തില്ല. രണ്ടും ഒരേ ഡയറക്ഷനിൽ വരണം. അത് സി ആണ്. ആൻസർ ഓപ്ഷൻ സി. എല്ലാവരുടെയും ആൻസർ ശരിയാണ്. എല്ലാവരുടെയും ആൻസർ ശരിയാണ്. ക്ലിയർ ആണോ? നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. നമുക്ക് ഇതിനെയും ഒരു ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത് എന്ന് പറയാം. ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ക്ലോക്ക് വൈസിൽ തന്നെയാണ് ഇതിന്റെയും കറക്കം എന്ന് നമുക്ക് പറയാം. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു സീരീസ് നോക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ സീരീസ് വന്നിരിക്കുന്നത്? ഈ സീരീസും ഈ സീരീസും ഈക്വൽ, ഇതും ഇതും ഈക്വൽ. അതായത് ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ്, ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇത് മുകളിലോട്ട്. ആൻസർ സി. ആൻസർ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പിടികിട്ടിയില്ലേ ആൻസർ? ആൻസർ എല്ലാവർക്കും പിടികിട്ടി. ആൻസർ മനസ്സിലായി. എല്ലാരും ഇമോജീസ് ഇട്ടേ, എല്ലാരും ഇമോജീസ് ഇട്ടേ. സ്കൂളൊക്കെ അടച്ചില്ലേ? ഓണം വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ആയില്ലേ? ഹാപ്പിയാണോ എല്ലാരും? എല്ലാരും ഹാപ്പിയാണോ? ഓണത്തെ വരവേൽക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണോ എല്ലാരും? ഓക്കെ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ അടുത്ത ഫിഗർ മാച്ചിങ് ക്വസ്റ്റ്യൻ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. ഏറ്റവും ആദ്യം ആൻസർ പറയുന്ന ആരാന്ന് മാമിന് അറിയണം. ആരായിരിക്കും ഈ പ്രാവശ്യം ആൻസർ പറയാൻ പോകുന്നത്? ലെറ്റ്സ് ചെക്ക്. ആരാണ് ഈ പ്രാവശ്യം ഏറ്റവും ഫസ്റ്റ് ആൻസർ പറയാൻ പോകുന്നത്? ഓ, താങ്ക് യു. ഒരുപാട് പേരുണ്ട്. ഇഷ്ടംപോലെ ഇമോജീസ് വാരി വിതറിയിട്ടുണ്ട്. പ്ലെയിനിലൊക്കെ പോകുന്നുണ്ടല്ലേ? ഷൗഹാൻ കണ്ട് പ്ലെയിനും ട്രെയിനും കാറും ഒക്കെയാണ് ഇട്ടേക്കുന്നത്. അനിക കൺഗ്രാറ്റ്സ് അനിക. ഓപ്ഷൻ സി പറഞ്ഞു. റയാൻ പറഞ്ഞു സി. ആരോൺ പറഞ്ഞു സി. അനു പറഞ്ഞു അഭിരാമി. റിതിൻ, ലിജോ, ചാരോസ്, ബിജു, ആൻഡ്രിയ പറഞ്ഞു. രാഹുൽ പറയുന്നു. സന്ദീപ്, ഹന്ന. ഒരുപാട് പേര് രണ്ട് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ശിവനന്ദ, എല്ലാവർക്കും ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് സി ആണ്. ഞങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല. ഞങ്ങളുടെ ഉത്തരം സി ആണ് എന്ന് എല്ലാവരും ഇങ്ങനെ തറപ്പിച്ച് പറയാണ്. അപ്പൊ മാം പിന്നെ എന്ത് ചെയ്യാൻ? എല്ലാരും പറയുന്നതിന്റെ കൂടെ മാമും പറയാൻ പോവുകയാണ്. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ ഒരു ഫിഗറാണ്. ഇതൊരു റെക്ടാങ്കിളിലേക്ക് എത്തിയിട്ടില്ല അല്ലെ? ഓരോ കഷ്ണം ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെക്കാണ്. പക്ഷെ റെക്ടാങ്കിളിൽ എത്തിയോ? ഇല്ല. ഇവിടെയും കൂടെ ഫില്ല് ചെയ്തെങ്കിൽ ഇതൊരു റെക്ടാങ്കിൾ ആകാമായിരുന്നു അല്ലെ? നമുക്കൊരു റെക്ടാങ്കിൾ ഒക്കെ ആക്കി എടുക്കാമായി. ഇപ്പൊ ഫില്ലായിട്ടില്ല. ഇനി അടുത്ത ഫിഗറിലോ? അടുത്ത ഫിഗറിൽ നേരത്തെ ഒരു കഷ്ണം മതിയായിരുന്നു ഫില്ലാകാൻ. ഇവിടെ താണ്ടി ഇതും പോയി. രണ്ട് കഷ്ണം വേണം ഫില്ലാകാൻ. ഈ ഫിഗർ വന്നപ്പോഴോ 1, 2, 3 മൂന്നെണ്ണം മിസ്സായി. എങ്കിൽ അടുത്ത ഫിഗറിലോ 1, 2, 3, 4 എണ്ണം മിസ്സാകണം. 4 മിസ്സാകണം. അപ്പൊ ബാക്കി എത്രയേ ഉള്ളൂ? 1, 2, 3, 4 അല്ലെ? 1, 2, 3, 4 ഇതല്ലേ ഉള്ളത്? 1, 2, 3, 4 ഇതല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ മിസ്സായി പോവുകയാണ്. ഒരെണ്ണം നഷ്ടപ്പെട്ടു പോവുകയാണ്, ഇല്ലാതായി പോവുകയാണ്. ക്ലിയർ അല്ലേ? തിരിച്ചു വരികയാണ്. അപ്പൊ ഇവിടെ ഇല്ല, ഇവിടെ 2 എണ്ണം ഇല്ല, ഇവിടെ 1, 2, 3 ഇല്ല, ഇവിടെ ഇപ്പൊ 1, 2, 3, 4 4 എണ്ണം കാണരുത്. ബാക്കി ഇത്രയുണ്ട്. അപ്പൊ ആൻസർ സി ആണ്. എല്ലാവരുടെയും ആൻസർ ശരിയാണ്. എല്ലാവരുടെയും ആൻസർ ശരിയാണ്. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. അപ്പൊ നമ്മള് ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് അല്ലേ?
എല്ലാരും ഈഗർലി വെയിറ്റിംഗ് അല്ലേ? നമുക്ക് നോക്കാം ആരാണ് ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം ആൻസർ പറയാൻ പോകുന്നത്. നമ്മൾ നോക്കാൻ പോവുകയാണ്. അനിത കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ആദ്യം പറഞ്ഞു, ഇവ പറഞ്ഞു. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ ഏറ്റവും ആദ്യം ആൻസർ പറയുന്ന ആരാന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഷൗഹാൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഫസ്റ്റ് പറയുന്ന ആരാന്ന് മാം നോക്കാം. താങ്ക് യു അഞ്ജൽ, താങ്ക് യു സോ മച്ച്. ഹായ് കൃഷ്ണ, ഹായ് ഏഞ്ചല മരിയ. ഈ പ്രാവശ്യം ഏറ്റവും ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അഞ്ജൽ കൃഷ്ണ എ പറഞ്ഞു, റയാൻ ബി പറഞ്ഞു. ഇപ്പൊ എ ആണോ ബി ആണോ? ഏറ്റവും കൂടുതൽ പേര് ബി ആണ് പറഞ്ഞത്. അപ്പൊ റയാൻ ലിജു ആണോ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കാം. വീണ്ടും ഷൗഹാൻ എ പറയുന്നുണ്ട്. പിന്നെ ബാക്കി കൂടുതൽ പേരും ബി തന്നെയാണ് പറഞ്ഞത്. ഹായ് ഷെറിൻ പീറ്റർ, ഹായ് ഹായ് സന്ദീപ്. ഇപ്പൊ കൂടുതൽ പേർക്കും എ ആണ് ആൻസർ, അല്ല ബി ആണ് കൂടുതൽ. കുറച്ചുപേര് ബി. ഇപ്പൊ ഡി പറയുന്നുണ്ട്, നക്ഷത്ര പറയുന്നത് ഡി ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ആൻസർ. നോക്കുക, ഇത് ONE1 ആണ്, ഇത് THREE 3 ആണ്. 1 പറഞ്ഞു, 3 പറഞ്ഞു. ഇത് 5 ആണ്, FIVE 5. എങ്കിൽ 1 3 5 കഴിഞ്ഞാൽ ഓഡ് നമ്പർ സീരീസ് അല്ലേ? 7 പറയണ്ടേ? SEVEN 7 എന്ന് പറയണ്ടേ? അപ്പൊ ആൻസർ എന്താണ്? ബി അല്ലേ? അപ്പോ റയാൻ പറഞ്ഞ ആൻസർ ആണ്. കൺഗ്രാറ്റ്സ് റയാൻ. ആൻസർ ബി ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു ഇതൊരു സീരീസിലാണ് ഇത് പോകുന്നത്. ഓഡ് മാൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓഡ് നമ്പേഴ്സിനെ അറിയത്തില്ലേ? ഓഡ് നമ്പേഴ്സ് എന്താണ്? 1 3 5 7 9 11 13 15 17 ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇതില് ഓഡ് 1-ലെ 1-നെ സ്പെല്ലിംഗ് എഴുതി ONE, 3 എഴുതി THRE, 5 എഴുതി FIVE. എങ്കിൽ 7-ന്റെ സ്പെല്ലിംഗ് എഴുതി വെക്കുക SEVEN. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ കൺഗ്രാറ്റ്സ് റയാൻ. അപ്പോ അടുത്തതിൽ നമ്മുടെ റയാൻ ആണ് ടോപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ പുതിയ ക്ലാസ് ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ആൻസർ ചെയ്തത് പൊന്നു ആയിരുന്നോ? ഓക്കെ, ഞാൻ നോക്കിയപ്പോ റയാനെയാണ് കണ്ടത്. നമുക്ക് നോക്കാം. പൊന്നു ആണല്ലേ? കൺഗ്രാറ്റ്സ് പൊന്നു. ഓക്കെ, അപ്പോ നമ്മള് അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മളുടെ നെക്സ്റ്റ് റിദ്ദിൻ ലിജോ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു ആൻസർ. ഓക്കെ, അപ്പോ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. കുഴപ്പമില്ല, തെറ്റതൊന്നും ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് ശരി മനസ്സിലായാൽ മതി. നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകാം, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ എക്സാമിന് ശരിയാക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ തെറ്റിപ്പോയാലും എന്ത് ചെയ്യണം? കറക്റ്റ് എങ്ങനെയാണ് ഈ ആൻസർ വന്നതെന്ന് മാം പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. അത് മനസ്സിലായില്ലെങ്കിൽ മാമിനോട് വീണ്ടും ചോദിക്കണം. ഇതെനിക്ക് പിടികിട്ടിയില്ല, ഒന്നും കൂടെ പറയണം, റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ വീണ്ടും പറഞ്ഞു തരും. ഈ ആൻസർ എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ ഒന്ന് ഇമോജീസ് ഇടണേ. എല്ലാരും ഇമോജീസ് ഇട്ടേ. 1 3 5 7 സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ കാണുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹായ് ഷീമ. നമുക്ക് റിസൾട്ട് നമുക്ക് നാളത്തോടു കൂടി റിസൾട്ട് കിട്ടുമായിരിക്കും. ഓക്കെ, എല്ലാരും എക്സാം അറ്റൻഡ് ചെയ്തില്ലേ? നിങ്ങൾക്ക് ഒരു ആൻസർ ഒക്കെ മനസ്സിലായില്ലേ? നിങ്ങളുടെ ആൻസർ ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെ കിട്ടിയായിരുന്നോ? ഓക്കെ ആണ്. ആവണി ബി പറഞ്ഞിരുന്നു. രാഹുൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും ആദ്യ ആൻസർ പറഞ്ഞത് റയാൻ ലിജോ ബി പറയുന്നു. കൂടുതൽ പേരും ബി തന്നെയാണ് പറയുന്നത്. അതിനുശേഷം ശ്രീനന്ദ എ പറയുന്നു. ഇവ ഓക്കെ, ഷീമ ബി പറഞ്ഞു. ഏഞ്ചല മേരിയ സി പറഞ്ഞു. നക്ഷത്ര ബി, ആൻഡ്രിയ ബി, ഹന്ന ബി, ആരോൺ ബി. ഇങ്ങനെ ആൻസേഴ്സ് വന്നുകൊണ്ടേയിരിക്കുന്നു. ലെറ്റ്സ് ചെക്ക് ആരുടെ ആൻസർ ആണ് ശരി. എയും ബിയും ഒക്കെ പറയുന്നുണ്ട്. ഇതാദ്യം ഒരു ട്രയാങ്കിൾ കണ്ടു, പിന്നെ ഒരു റെക്ടാങ്കിൾ കണ്ടു, അല്ലെങ്കിൽ ഒരു സ്ക്വയർ കണ്ടു. സ്ക്വയർ ആണ് ഈ ഷേപ്പ്. ഇത് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന് 3 സൈഡ് ആണ്. റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയറിന് 4 സൈഡ് ആണ്.
ഇത് നമ്മൾ കാണുന്നത് പെന്റഗൺ ആണ്, പഞ്ചഭുജം. അപ്പൊ ത്രികോണം, ഒരു സ്ക്വയർ അല്ലെങ്കിൽ നമ്മുടെ ചതുരം, അതല്ലെങ്കിൽ എന്ത് പറയാം സ്ക്വയറിന്റെ മലയാളം. അപ്പൊ ചതുരമാണ്. ചതുരം സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് അല്ലെ, നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചതുരം വരയ്ക്കുന്നത്. ഇനി നമുക്ക് പെന്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജമാണ്. 4 വശമുള്ളതിനെ നമുക്ക് ചതുർഭുജം എന്ന് വിളിക്കാം, ചതുർഭുജം. എങ്കിൽ ഇവിടെ വരേണ്ടത് എത്ര വശമായിരിക്കും? 3 ആയി, 4 ആയി, 5 ആയി. ഇനി വരേണ്ടത് 6 വശമാണ്. 6 വശമുള്ളത് എന്താണ്? ഹൈ ഷീമ, കൺഗ്രാറ്റ്സ്. ഇതുവരെയുള്ള എല്ലാ ആൻസറും ഷീമയുടേത് കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ 6 വശമുള്ളത് ഹെക്സഗൺ ആണ്, ഹെക്സഗൺ. അപ്പോ ഹെക്സഗൺ എത്ര ഹെക്സഗൺ ഉണ്ട്? ഇത് 1, 2, 3, 4, 5, 6 എല്ലാം ഹെക്സഗൺസ് ആണ്. ഹെക്സഗൺ ആണ് എല്ലാം. ഇപ്പൊ ഓപ്ഷനിലുള്ളത് എല്ലാം തന്നെ ഹെക്സഗൺ ആണ്. 6 വശമുണ്ട്. ഇനി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വരകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു വരയും ഇല്ല, 0. ഇവിടെ ഒരു വരയുണ്ട്, ദാണ്ട് ഈ ഒരു വര കാണുന്നുണ്ടോ? ഇവിടെ 1, 2 വരയുണ്ട്, 2 വരയുണ്ട്. എങ്കിൽ ഇവിടെ എത്ര വര കാണണം? 3 വര. 1 ഇങ്ങോട്ടായിരിക്കണം, 2 ഇങ്ങോട്ടായിരിക്കണം. ഇനി നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാമല്ലോ. അപ്പോ 1 ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി അല്ലേ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണോ? അപ്പോ ഷേപ്പ് എല്ലാവർക്കും പിടികിട്ടി, ഹെക്സഗൺ ആണ്. കാര്യം ഇവിടെ 3 സൈഡ്, ഇത് 4 സൈഡ്, ഇത് 5 സൈഡ്. ഇതൊരു സീരീസ് ആയിട്ട് പോകുകയാണ്. അടുത്ത 6 സൈഡ് ഹെക്സഗൺ. പക്ഷെ ഇവിടെ വരയില്ല, ഇവിടെ 1 വര, ഇവിടെ 2 വര, അടുത്ത 3 വര. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ക്ലിയർ ആണ്? ഇതുവരെ എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണ്. ഓക്കെ, തെറ്റിപ്പോയത് പ്രശ്നമല്ല. ഏറ്റവും ഫാസ്റ്റ്, വളരെ വേഗത്തിൽ ആൻസർ പറയുക. തെറ്റാം, നമുക്ക് എക്സാമിന് ശരിയാക്കണം. പിന്നെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം ചെയ്യുമ്പോൾ. ഇപ്പൊ നമുക്ക് തെറ്റ് പറ്റുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ തോന്നും. ഓക്കെ ആണ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതൊരു ക്ലോക്ക് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ, ഫിഗർ സീരീസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വെറൈറ്റി ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാവരും നമ്മൾ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നന്നായി പഠിക്കണം. ക്ലിയർ ആണോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? ആൻസർ വന്നോ? ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് ആരാണ്? ശ്രീനന്ദ ബി പറഞ്ഞു, ആരോൺ സി പറഞ്ഞു, ജോബി പീറ്റർ സി പറഞ്ഞു, അഭിരാമി, ഷീമ, റയാൻ ലിജോ, ഹന്ന ബി പറയുന്നു ബി ആണ്, ആരോൺ സി പറയുന്നു, വൈഷ്ണവി, റയാൻ സി പറയുന്നു, സന്ദീപ് പറയുന്നു, ഹന്ന സി പറയുന്നു, പൊന്നു സി പറയുന്നു, റയാൻ ലിജോ സി പറയുന്നു, ശ്രീനന്ദ സി പറയുന്നു. ഓക്കെ, രാധുൽ പറയുന്നു, ആൻഡ്രിയ, ഇവ. അപ്പോ ലക്ഷ്യ ആൻസർ പറഞ്ഞു. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. നമ്മളുടെ ഉത്തരം എന്താണ്? ഇത് 3 മണി, അടുത്തത് 5 മണി. ഇത് 5 മണിയാണോ? അല്ല, ഇതൊരു 4 മണിയാണ്. ഇത് 3 ആണെങ്കിൽ ഇത് 4 മണിയാണ്. 5 മണി ഇവിടെ ഇരിക്കും അല്ലെ, 6 മണി ഇവിടെ ഇരിക്കും. അപ്പൊ ഇത് 4 മണിയാണ്. നമ്മൾ കുറച്ചു നേരമായിട്ട് 3, 5, 7. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് 5 എന്ന് എടുക്കരുത്. ഇത് ഏത് മണിയാണ്? 4 മണിയാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ഈ കണ്ടത് 3 മണി, ഇത് 4 മണി, ഇതാണ് നമ്മുടെ 5 മണി. എങ്കിൽ അടുത്തത് 6 മണി ആയിരിക്കില്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇത് കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. കൗണ്ടിങ് നമ്പേഴ്സിന്റെ മറ്റൊരു പേരാണ് നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4, 5, 6 ഇങ്ങനെ പോകുന്നു. ഇവിടെ 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, നെക്സ്റ്റ് 6 ആണ്. 6 നമ്മൾ നേരെ വരയ്ക്കണം. ഇതാണ് നമ്മുടെ 6, ഇത് 12. ഇങ്ങനെയാണ് 6 കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും ആൻസർ കിട്ടിയില്ലേ? ഇത് കണ്ടോ, ഇത് 12ലാണ് ചെറിയ നമ്മളുടെ മിനിറ്റ് സൂചി ഇരിക്കുന്നത്.
അപ്പോ ഇത് അവർ സൂചിയാണ്. ചെറുത് ക്ലോക്കിലെ ചെറിയ സൂചിയെ നമ്മൾ അവർ സൂചി എന്നും വലിയ സൂചിയെ നമ്മൾ മിനിറ്റ് സൂചി എന്നും പറയും. ഇതിൽ വലുതൊരു സൂചിയുണ്ട്, അത് സെക്കൻഡ് സൂചിയാണ്. അപ്പോൾ നമ്മൾ സമയം എടുക്കുമ്പോൾ ഒരു അവർ സൂചിയും ഒരു മിനിറ്റ് സൂചിയും നോക്കിക്കൊണ്ടാണ് സമയം പറയേണ്ടത്. അപ്പോ ഈ ചെറിയ സൂചി 6-ലാണ്, വലിയ സൂചി 12-ലാണ് എങ്കിലാണിത് 6 മണിയാകുന്നത്. ഇത് നമ്മളുടെ 12:30 ക്ലിയർ ആണ്. കണ്ടോ, ചെറുത് 4-ലാണ് 4 മണി, ചെറുത് 3-ലാണ്, ചെറുത് 5-ലാണ്, എല്ലാം വലുതും 12-ല്. മിനിറ്റ് സൂചികൾ എല്ലാം തന്നെ 12-ൽ. അവർ സൂചികൾ നോക്കിയാണ് നമ്മൾ ടൈം പറയേണ്ടത്. എല്ലാവർക്കും അറിയാം ടൈം പറയാനൊക്കെ. പിന്നെ എക്സാം ഹാളിൽ പെട്ടെന്ന് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൺഗ്രാറ്റ്സ് ലിജി. ലിജിയാണ് ഈ പ്രാവശ്യം ഫസ്റ്റ് പറഞ്ഞത്. ഹായ് സീന. ഹായ് സീന. സീന ആൻസർ പറഞ്ഞു. ഹായ് ജലജ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? എല്ലാവർക്കും ആൻസർ പിടി കിട്ടിയില്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാവർക്കും ആൻസർ പിടി കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. അപ്പൊ എല്ലാവർക്കും പിടി കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. റെഡി ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും റെഡി ആണോ? ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. There are 3 problem figures on the left side. ഇനി ഇത് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടോ നോക്കാം നമുക്ക്. Fourth figure is left blank. The problem figure are in a series. Find one figure from among the answers given right hand side. ഇത്രയും വലുതായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞതേ ഉള്ളൂ. 3 ഫിഗർ ഉണ്ട്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ മാർക്ക് ഫിൽ ചെയ്യുക. ഓപ്ഷൻ ഡാ കിടക്കുന്നു, ഇതിൽ നിന്ന് കറക്റ്റ് ആൻസർ എഴുതുക. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഹായ് ആരോൺ. ഹായ് ഷീമ. ഓക്കെ, കൺഗ്രാറ്റ്സ് ഷീമ. ഇപ്രാവശ്യം ഷീമയായിരുന്നു ഏറ്റവും ഫസ്റ്റ് പറഞ്ഞത് അല്ലേ ആൻസർ. കൺഗ്രാറ്റ്സ്. തൊട്ടുപുറകിൽ തന്നെ ആരോടും പറഞ്ഞു. ഹായ് സായി. സായി എന്നാണ് പേരല്ലേ? ഓക്കെ, സായി. ഓക്കെ, അടുത്ത ആൻസർ വന്നു കഴിഞ്ഞു. നമുക്ക് നോക്കാം. ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം പറഞ്ഞത് ആരാണ്? അഭിരാമി. അഭിരാമിയാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്. ആൻസർ 3 എന്ന് അഭിരാമി പറഞ്ഞു. ഹായ് യുദ്ധി. ഹായ് യുദ്ധി. അഞ്ജൽ കൃഷ്ണ 3 പറഞ്ഞു. ഇവ 2 പറഞ്ഞു. ഇവയാണ് ആദ്യം 2 പറയുന്നത്. പിന്നെ ശ്രീനന്ദ 2 പറഞ്ഞു. പലരും 3, 2, 1 ഇങ്ങനെ മിക്സ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4 പറഞ്ഞു. അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പല പല ആൻസേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എല്ലാരും കണ്ടോ? ഓക്കെ ആണ്. നമ്മുടെ ആദ്യ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒരു ആരോ ചിഹ്നം മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ആരോ ചിഹ്നം അവിടെയുണ്ട്. അപ്പൊ 1-ലും 3-ലും ആരോ ചിഹ്നം അതുപോലുണ്ട്. ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്. ഇനി ഇവിടെ എന്ത് വരണം? 4 വരണം. ക്വസ്റ്റ്യനിലെല്ലാം 4 ഉണ്ട്. ഇനി സെക്കൻഡ് ഫിഗറിൽ താഴോട്ടാണ്. അപ്പൊ ഈ 4th ഫിഗറിൽ താഴോട്ട് വരണ്ടേ? താഴോട്ട് വരണം. എല്ലാ ക്വസ്റ്റ്യനിലും താഴോട്ടുണ്ട്. ക്ലിയർ ആണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ആരോ ഓപ്പോസിറ്റ് അല്ലേ? ഇത് താഴോട്ടാണെങ്കിൽ ഈ ആരോ എങ്ങോട്ട് വരണം? മുകളിലോട്ട് വരണം അല്ലെ? ഈ ആരോ ആദ്യം നമ്മൾ താഴോട്ട് വരച്ചാൽ അപ്പുറത്ത് ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത്, മുകളിലോട്ട് വരയ്ക്കണം. ഇനി ഇത് നമ്മൾ ഇങ്ങോട്ടാണ് വരയ്ക്കുന്നത്, ഇതിന് ഓപ്പോസിറ്റ് വേണം ഇപ്പുറത്ത് വരയ്ക്കാൻ. അപ്പൊ നമ്മുടെ ഫിഗർ 1 ഇവിടെ താഴോട്ട്, അതിന്റെ ഓപ്പോസിറ്റ് ആണോ ഇത്? ഇങ്ങോട്ടാണോ? അല്ല, ഇത് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടാണ്. ഇനി നമ്മൾ ഈ ഫിഗർ ചെക്ക് ചെയ്യുകയാണ്. ഇങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. ഇനി ഇത് നമ്മൾ നോക്കുന്നു, ഇത് ഇങ്ങോട്ടല്ല, ഇത് നമ്മൾ ഓൾറെഡി വെട്ടി, ഇത് ഈ സൈഡാണ്,
ഇതും ഈ സൈഡാണ്. അപ്പൊ നമ്മളുടെ ഇവിടെ കണ്ടോ, ഇത് രണ്ടും ഒരേ സൈഡാണ്. അപ്പൊ ഇത് ഉത്തരം തെറ്റല്ലേ? ഉത്തരം തെറ്റല്ലേ? ഒന്നിങ്ങോട്ടും വരണ്ടേ? അപ്പൊ നമ്മളുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഈ പ്രാവശ്യത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ 4 ആണ്. ഞാൻ ഒരിക്കൽ കൂടി ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻസർ മനസ്സിലായവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തേ. ആൻസർ മനസ്സിലായവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തേ. ആൻസർ 4 പറഞ്ഞത് വളരെ കുറവാണ് അല്ലേ? ആൻസർ 4 പറഞ്ഞ ആരേ ഉള്ളൂ? ശ്രുതി പറഞ്ഞു, അനിക പറഞ്ഞു. വളരെ കുറച്ചു പേരാണ് ആൻസർ 4ലേക്ക് എത്തിയത്. എല്ലാരും ശ്രദ്ധിക്കണേ. എന്താണ് ഇവിടുത്തെ ആൻസർ? നമുക്ക് ഒന്നും കൂടെ നോക്കണം. എന്താണ് ഇവിടുത്തെ ആൻസർ? ഇവിടെ ആദ്യം ഒരു ആരോ തന്നിരിക്കുന്നു. ആദ്യം ഒരു ആരോ തന്നിട്ടുണ്ട്. ക്ലിയർ ആണ്? ഈ ആരോയും അടുത്ത ആരോയും തമ്മിൽ ഓപ്പോസിറ്റ് ആണ്. കണ്ടില്ലേ? ഈ ഫസ്റ്റ് തന്നിരിക്കുന്ന ആരോയും ഈ ആരോയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. പക്ഷെ ഈ ആരോയും മൂന്നാമത്തെ ആരോയും ഒരുപോലാണ്. അപ്പൊ രണ്ടാമത്തെ ആരോയും നാലാമത്തെ ആരോയും ഒരുപോലെ വരണ്ടേ? അപ്പൊ ഇങ്ങനൊരു റെക്ടാങ്കിൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. ഈ ആരോയുടെ കൂട്ട് തന്നെ ഇവിടെ വരയ്ക്കണ്ടേ? ഇങ്ങോട്ട് വരയ്ക്കണം. ഇനി ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ് വരച്ചേക്കുന്നത്. ഒന്ന് മുകളിലോട്ടാണെങ്കിൽ മറ്റൊന്ന് താഴേക്കാണ്. അപ്പൊ ഇത് നമ്മൾ ആദ്യം താഴോട്ട് വരച്ചെങ്കിൽ ഇത് മുകളിലോട്ട് വരയ്ക്കണം. ഇത് ഈ സൈഡിൽ വരച്ചെങ്കിൽ ഇത് ഈ സൈഡിലേക്ക് വരയ്ക്കണം. ഇങ്ങനെയാണ് നമ്മളുടെ ആൻസർ വരേണ്ടത്. അപ്പൊ ഈ ആൻസർ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഏതാണ് നമ്മളുടെ ഉത്തരം? ഇതല്ലേ ശരി? ഒന്ന് താഴോട്ട് ഒന്ന് മുകളിലോട്ട് ഒന്ന് ഇതിലോട്ട് വരയ്ക്കണം, ഓപ്പോസിറ്റ്. ഇവിടെ കണ്ടോ, രണ്ടും ഒരേ സൈഡ്, തെറ്റ്. രണ്ടും താഴോട്ട് ഒരേ സൈഡ്, തെറ്റ്. രണ്ടും ഈ സൈഡിലോട്ട് ഒരുപോലെ, തെറ്റ്. ഓപ്പോസിറ്റ് ഉള്ളവരെ മാത്രം കമ്പയർ ചെയ്താൽ മതി. ഓപ്പോസിറ്റ് ആയിരിക്കണം വരയ്ക്കുന്നത്. ഓപ്പോസിറ്റ് ആണ് വരയ്ക്കേണ്ടത്. ഇപ്പൊ ആൻസർ കിട്ടിയോ? ഇപ്പൊ ആൻസർ കിട്ടിയോ? എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായവർ എല്ലാരും മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ ആണ്? ക്ലിയർ ആണോ? 8:45 ക്ലാസ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, 1 hour ആണ് നമ്മളുടെ ക്ലാസ്. ഓക്കെ ആണ്? എല്ലാ ആൻസേഴ്സും ശരിയാണ്. ചാരു, കൺഗ്രാറ്റ്സ്. അപ്പൊ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. എല്ലാരും റെഡി അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാൻ? എല്ലാരും ശരിയാക്കോ? അടുത്ത ക്വസ്റ്റ്യൻ എല്ലാരും ശരിയാക്കുമോ? ഈ പ്രാവശ്യം വളരെ കുറച്ചു പേരെ ആൻസർ ശരിയാക്കിയോള്. ക്വസ്റ്റ്യൻ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം എന്താണ് ഇതെന്ന്. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ അടുത്ത നമ്പർ ഏതാണ് എന്ന് പറയണം കേട്ടോ. ഇവിടെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ജോബി ആൻസർ പറയുന്നു 9 ആണ്. നോക്കാം. അല്ല, 9 ഓപ്ഷൻ ഇല്ലല്ലോ. 5, 8, 12, 10 4 ഓപ്ഷൻസേ ഉള്ളൂ. ഇവ 12 പറയുന്നു. ലക്ഷ്യ ഡി പറയുന്നുണ്ട്. യുധി 12 പറയുന്നു. ജോബി 10 പറയുന്നു. അഭിരാമി 10 പറയുന്നു. ശ്രീനന്ദ 12 പറയുന്നു. ഹന്ന 12 പറയുന്നു. ഇവ സി പറഞ്ഞു. ഏഞ്ചല ഡി പറഞ്ഞു. അപ്പൊ നമ്മളുടെ ആൻസറിലേക്ക് പോവുകയാണ്. ഇവിടെ 2 വന്നു. ഒന്ന് ഇടവിട്ടാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. 4 വന്നു. ഒന്ന് ഇടവിട്ട് നോക്കിയപ്പോൾ 6 വന്നു. ഒന്നിടവിട്ട് അടുത്ത് എന്ത് വരണം? 2, 4, 6. അടുത്ത് എന്ത് വരണം? 8. ഇനി ഇപ്പുറത്തോട്ടും ഒന്നിടവിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. ഇത് 3, ഇത് 6 ആണ്.
ഇത് 9 അടുത്തൊരു ഡാഷ് ഉണ്ടായിരുന്നെങ്കിൽ അത് 12 ആയേനെ. അപ്പൊ ഈ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 8. കണ്ടോ, ഒരു ഗ്യാപ്പ് വിട്ട് ഇവർ രണ്ടുമാണ് ടീം. അടുത്തത് ഇയാളുടെ ടീം ഇതാണ്, ഇവർ രണ്ടും കൂടിയാണ് ടീം. അപ്പൊ ഇങ്ങനെയാണ് സീരീസ് പോകുന്നത്. പല സീരീസുകളുണ്ട്. അടുപ്പിച്ച് ടീമുകളാകാം. ഇപ്പൊ ഇത് 5, ഇത് 10, ഇത് 15, 20, 25, അടുത്തത് 30. കാര്യം അടുപ്പിച്ച് 5ന്റെ ഗുണിതങ്ങളാണ്. അല്ലെങ്കിൽ 11, 22, 33, 44 ഡാഷ് ചോദിച്ചാൽ നിങ്ങൾ പറയും 55. കാര്യം ഇത് 11ന്റെ ഗുണിതങ്ങളാണ്. ഇനി 5, 9, 13, 17 അടുത്ത ഡാഷ് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇവരെല്ലാം 4 വെച്ചാണ് ഡിഫറൻസ് വരുന്നത്. അടുത്തത് 21 എന്ന് നിങ്ങൾ പറയും. ഇവിടെ നമ്മൾ ഒന്നിടവിട്ടാണ് ടീമുകൾ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണ്. എല്ലാവർക്കും പിടികിട്ടിയോ? അപ്പോ ഇവിടെ നമ്മളുടെ ആൻസർ എന്താണ് വരുന്നത്? ഇവിടെയും ഒന്നിടവിട്ടാണ് നമ്മളുടെ ടീമുകൾ വരുന്നത്. 1, 3, 5 ഇവരൊക്കെ ഒരുമിച്ച് പോകും. പിന്നെ 2, 4, 6 ഇവര് ഒരുപോലെ ഇരിക്കും. ക്ലിയർ ആണ്? എല്ലാവർക്കും പിടികിട്ടിയോ? എങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. ഈ കാണുന്നതാണ് നമ്മളുടെ അടുത്ത ഫിഗർ സീരീസിന്റെ ക്വസ്റ്റ്യൻ. എല്ലാവരും ആൻസർ ചെയ്യണേ. കിട്ടിയോ? ഇവ, സുനിത, ശ്രീനന്ദ, അഭിരാമി, ആൻഡ്രിയ, ആവണി, വൈഷ്ണവി, ഹന്ന, ആരോൺ, ഒക്കെ റിറ്റിൻ, സായി, അലൻ. എല്ലാവരും ആൻസർ പറയുന്നു. എല്ലാരും പറയുന്നത് 2 ആണ് എന്നാ. നമുക്ക് നോക്കാം എന്താണ് നമ്മളുടെ ഉത്തരം. വേറെ ആൻസേഴ്സ് ഒന്നുമില്ലല്ലോ. എല്ലാരും 4 ആണ് അലൻ പറയുന്നത്. സന്ദീപ് 2 ആണ്. ബാക്കി കുറെ എല്ലാരും 2 ആണ്. ഒരാൾ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് പറയുന്നത്, അത് അലനാണ്. ഓക്കെ, അപ്പൊ ആരുടെ ആൻസർ ആണ് ഇവിടെ ശരി എന്ന് നമ്മൾ നോക്കുകയാണ്. ഇങ്ങനൊരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. എല്ലാരും ശ്രദ്ധിക്കണം. ഇനി എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. റെക്ടാങ്കിളിന്റെ അപ്പുറവും ഇപ്പുറവും ആരാണ്? ഒരാള് ട്രയാങ്കിൾ ആണ്, ഒരാള് പ്ലസ് ആണ്, അല്ലെ? ഇപ്പുറത്ത് ആരുണ്ട്? ഒരു സർക്കിൾ ഉണ്ട്. ഇനി നമ്മൾ ട്രയാങ്കിളിന്റെ പൊസിഷൻ നോക്കുകയാണ്. ഇത് കണ്ടോ, ട്രയാങ്കിൾ ആദ്യം ഇവിടെ വന്നു. ഇനി ഈ ഫിഗറിൽ ഇത് എവിടോട്ട് വന്നു? താഴോട്ട് വന്നു. അടുത്ത ഫിഗറിലോ ഇവിടുന്ന് ഇതിവിടെ എത്തി. അടുത്ത ഫിഗറിൽ ഇത് ഇവിടെ എത്തി, ഇവിടെ എത്തി. ഇനി ഇത് എവിടോട്ട് എത്തണം? ഈ ട്രയാങ്കിള്. ഇനി ഇത് ട്രയാങ്കിൾ മുകളിലിരിക്കണം. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ട്രയാങ്കിൾ ഇനി മുകളിലിരിക്കണം. ട്രയാങ്കിളിന് മുകളിലിരിക്കുന്ന ഒരൊറ്റ ഓപ്ഷനേ നമ്മുടെ കയ്യിലുള്ളൂ. ട്രയാങ്കിൾ മുകളിലിരിക്കുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ബാക്കി ഒന്നിലും മുകളിലല്ലല്ലോ. അപ്പൊ നമ്മുടെ ഉത്തരം 2 ആണ്. ഇനി നോക്കിയേ, റെക്ടാങ്കിൾ ഇവിടെ വന്നു, അടുത്തതിൽ ഇവിടെ വന്നു. ക്ലിയർ ആണ്? ഇവിടെ ഇരുന്നാണ് ഇപ്പുറത്ത് വന്നു. ഇനി ഇത് താഴെ വന്നു. താഴെ വന്നെങ്കിൽ ഇനി എവിടെ ഇരിക്കണം? ഇപ്പുറത്ത് വന്നിരിക്കണം. ഇനി ഇവിടെ അല്ലേ വരാനുള്ളത്? റെക്ടാങ്കിൾ ഇവിടെ തന്നെ. സർക്കിൾ നോക്കി, സർക്കിൾ ഇവിടെ ഇരുന്നു, ഇങ്ങോട്ട് വന്നു, ഇനി മുകളിൽ വന്നു, ഇനി ഇപ്പുറത്ത് വരണം, അല്ലെ? അവിടെ തന്നെ. അതുപോലെ തന്നെയാണ് പ്ലസ്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി ഈ ക്വസ്റ്റ്യൻസിൽ നോക്കാം. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ മാത്രം പൊസിഷൻ നോക്കിക്കൊണ്ട് നമുക്ക് ഉത്തരത്തിൽ എത്താം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ട, ഈ ട്രയാങ്കിളിന്റെ പൊസിഷൻ മാത്രം നോക്കി. ഇത് ഇവിടെ വന്നു, ഇനി ഇവിടെ വന്നു, ഇവിടെ വന്നു. ഇനി മുകളിലാണ് വരേണ്ടത്. മുകളിൽ ട്രയാങ്കിൾ ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻസർ 2 ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളിന്റെ അപ്പുറം ഇപ്പുറം ആരാണ്?
തൊട്ട് ഫ്രണ്ടിൽ എപ്പോഴും സർക്കിൾ ആണ്, തൊട്ട് ബാക്കിൽ എപ്പോഴും റെക്റ്റാങ്കിൾ ആണ്. തൊട്ട് ഫ്രണ്ടിൽ എപ്പോഴും സർക്കിൾ ആണ്, ബാക്കിൽ റെക്റ്റാങ്കിൾ ആണ്. എപ്പോഴും ഫ്രണ്ടിൽ ബാക്കിലാണ്. അത് ശരിയാണോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട കാര്യം ട്രയാങ്കിൾ ഈ സൈഡ് വരുന്ന വേറൊരു ഓപ്ഷൻ ഇല്ല. 2-3 ഓപ്ഷൻസിൽ ട്രയാങ്കിൾ ഈ സൈഡ് ആണെങ്കിൽ നമ്മൾ നോക്കണം ഇതിന്റെ അപ്പുറം അപ്പുറം ഇരിക്കുന്ന ആള് സെയിം ആണോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. പിടികിട്ടിയോ? എല്ലാവർക്കും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ മനസ്സിലായില്ലേ? ഹായ് ജലജ, പിടികിട്ടുന്നുണ്ടോ? ഇപ്പോ ജലജയ്ക്ക് മനസ്സിലായോ? റീനയ്ക്ക് ആൻസർ മാറിപ്പോയി, കുഴപ്പമില്ല. ഹായ് ഷൗഹാൻ, ഇപ്പോ പിടികിട്ടുന്നുണ്ടോ? ഇതൊരു സീരീസിലാണ് പോകുന്നത്. ഇപ്പോ ഒരു സർക്കിൾ വരച്ചു, അടുത്തത് 2 സർക്കിൾ വരച്ചു, അടുത്ത ഡാഷ് ചോദിച്ചാൽ എന്തായിരിക്കും? 3 സർക്കിൾ ആയിരിക്കും. 1 2 3. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ഒരു സർക്കിൾ വരച്ചു, അടുത്തതിൽ 3 സർക്കിൾ വരച്ചു, അടുത്തതിൽ 5 സർക്കിൾ വരച്ചു. 1 3 5. ഇനി എന്താണ് എന്ന് ചോദിച്ചാൽ 1 3 5 കഴിഞ്ഞാൽ 7 സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ്. അടുത്തത് എന്ത് വരയ്ക്കണം? 7 സർക്കിൾ വരയ്ക്കണം. ഇങ്ങനെ പാറ്റേൺ രൂപത്തിൽ ഒരു സീരീസ് ആയിട്ടാണ് ഇത് നടക്കുന്നത്. ഇനി ഇങ്ങനെ തന്നെ നമ്പർ വരണം എന്നില്ല. ഇപ്പൊ ഇങ്ങനെ വരാം. ഒരെണ്ണത്തിൽ എക്സ് ഇട്ടു, ഒരെണ്ണത്തിൽ വട്ടം വരച്ചു, വീണ്ടും എക്സ് വട്ടം. കണ്ടോ? എക്സ് വട്ടം, എക്സ് വട്ടം. അടുത്ത ഡാഷ് ചോദിച്ചാൽ ആദ്യം എക്സ് അല്ലേ, വട്ടം കഴിഞ്ഞാൽ ഈ സർക്കിൾ കഴിഞ്ഞാൽ എക്സ് അല്ലേ, അപ്പൊ നമ്മുടെ ഉത്തരം എക്സ്. ഇതൊരു ലോജിക് രീതിയാണ്. ഇതെന്താണ് പാറ്റേൺ എന്ന് മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് ചെയ്യുന്നു. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. ശ്രദ്ധിക്കണേ. ഇങ്ങനൊരു രൂപം, അത് കഴിഞ്ഞ് ഒരു ട്രയാങ്കിൾ ഷേപ്പ്, പിന്നെ ഒരു സർക്കിൾ ഷേപ്പ്, ഇനി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ്, വീണ്ടും ഇത് ഇങ്ങനെ ഒരു രൂപം, ട്രയാങ്കിൾ ഷേപ്പ്, സർക്കിൾ ഷേപ്പ്, റെക്റ്റാങ്കിൾ ഷേപ്പ്, വീണ്ടും ഈ സീരീസ് ഇങ്ങനെ തന്നെ പോകുന്നു. എന്നിട്ട് ഡാഷ് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. ഇതാണ് ഇതിന്റെ ഷേപ്പ്. അടുത്തത് ഡാഷ് ചോദിച്ചാൽ ഇതാണ്, അടുത്ത ഡാഷ് ചോദിച്ചാൽ ഇതാണ്, അടുത്ത ഡാഷ് ചോദിച്ചാൽ ഇതാണ്. ഇതാണ് ഈ ഒരു സീരീസ്. പിടികിട്ടുന്നുണ്ടോ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇപ്പോ ഒരു സ്റ്റാർ, ഓക്കെ, അടുത്തത് ഒരു സർക്കിൾ, ഇനി ഒരു സ്റ്റാർ, ഒരു സർക്കിൾ, വീണ്ടും ഒരു സ്റ്റാർ, ഒരു സർക്കിൾ. അപ്പൊ ഇതിന്റെ 50ാമത്തെ ടേം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? ഫസ്റ്റ് സ്റ്റാർ ആണ്, രണ്ടാമത്തത് സർക്കിൾ ആണ്, മൂന്നാമത്തത് സ്റ്റാർ ആണ്, നാലാമത്തത് സർക്കിൾ ആണ്, 5 സ്റ്റാർ ആണ്, 6 സർക്കിൾ ആണ്. അതായത് ഓഡ് നമ്പേഴ്സ് എല്ലാം തന്നെ സ്റ്റാർ ആയിരിക്കും, ഈവൻ നമ്പർ എല്ലാം തന്നെ സർക്കിൾ ആയിരിക്കും. 50 ഈവൻ ആണ്. നമ്മുടെ ആൻസർ സർക്കിൾ. ആൻസർ എന്താണ്? സർക്കിൾ. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ ആണ്. ഹായ് അലൻ, കൺഗ്രാറ്റ്സ്. ഹായ് സിജി, കൺഗ്രാറ്റ്സ്. എല്ലാവർക്കും ഓണാശംസകൾ സിജി പറഞ്ഞിരിക്കുന്നു. ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. ശിവനന്ദ, യുദ്ധി, ഇപ്പൊ പിടികിട്ടുന്നുണ്ടോ? ജലജയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? ജലജയ്ക്ക് പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആണ്. നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായോ? ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പിടികിട്ടിയോ? നമ്മൾ ഫിഗർ സീരീസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ 2 4 6 8 10 ഇങ്ങനെ പോകുന്നു. ഇനി ഓഡ് നമ്പർ സീരീസ് ഉണ്ട്, 1 3 5 7 9 ഇങ്ങനെ പോകുന്നു. ഇനി ഇതൊന്നുമല്ലാതെ ഏതെങ്കിലും ഒക്കെ പാറ്റേൺസ് സെയിം ആയി പോകുന്ന സീരീസുകൾ ഉണ്ട്. ക്ലിയർ അല്ലേ? അതാണ് നമ്മൾ കണ്ടത്. ആദ്യം ഒരു റെക്റ്റാങ്കിൾ പോയി, സർക്കിൾ പോയി, അല്ലെങ്കിൽ ട്രയാങ്കിൾ പോയി, അല്ലെ? ഇങ്ങനെ ഒരു സ്റ്റാർ വന്നു. ഇങ്ങനെ പാറ്റേൺസ് ഇങ്ങനെ അടുപ്പിച്ച് തന്നിട്ട് 15th ടേം ഏത്, 13th ടേം ഏത്, 5th ടേം ഏത്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരെണ്ണമാണ് ഇങ്ങനെ എന്തെങ്കിലും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വരച്ചു,
അടുത്തത് ദാണ്ടെ ഇപ്പുറത്ത് വരച്ചു, അടുത്തത് താഴെ വരച്ചു. ഇനി എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ എത്തി, ഇവിടെ എത്തി, ഇനി ഇങ്ങോട്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു സീരീസ് എങ്ങനെയാണ് ഇത് പോകുന്നത്? ഇതിപ്പോ ഒരു ക്ലോക്ക് വൈസിൽ കറങ്ങുകയാണ് അല്ലെ. ക്ലോക്ക് വൈസിൽ ഇങ്ങനെ 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 ഇങ്ങനെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്, ആദ്യം ഒരു വര വരച്ചു, അടുത്ത ഫിഗറിൽ ഇങ്ങനെ വരച്ചു, അടുത്ത ഫിഗറിൽ ഇങ്ങനെ വരച്ചു, അടുത്ത ഫിഗർ എന്ത് എന്ന് ചോദിച്ചാൽ ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, മനസ്സിലായി. ഇതുപോലെ മറ്റൊരു ഫിഗർ ഉണ്ട്, ഇങ്ങനെ ഒരു ഫിഗർ, ഇങ്ങനെ ഒരു ഫിഗർ, പിന്നെ ഇതാ ഇങ്ങനൊരു ഫിഗർ. അടുത്തത് എന്ത്? ഇത് 3 വശം, ഇത് 4 വശം, ഇത് 5 വശം എങ്കിൽ ഇത് ഹെക്സഗൺ ആണ്. 6 വശം വരയ്ക്കുക. ഇപ്പൊ പിടികിട്ടുന്നുണ്ടോ? ഇനി ഇതുപോലെ തന്നെ ക്ലോക്കിൽ ചോദിക്കാം. ക്ലോക്കില് നമ്മുടെ 3 മണി തന്നു, അത് കഴിഞ്ഞ് നമുക്ക് 4 മണി തന്നു, പിന്നെ നമ്മുടെ 5 മണി തന്നു. ഇനി എന്താണെന്ന് ചോദിച്ചാൽ 6 മണിയാണ്. അതുപോലെ ക്ലോക്കിൽ തന്നെ ഇങ്ങനെ തരാം, 12 മണി തന്നു, അത് കഴിഞ്ഞിട്ട് 2 മണി തന്നു, 2 മണി. പിന്നെ നമുക്ക് 4 മണി തരാം, 4 മണി. അപ്പൊ 12 മണി കഴിഞ്ഞു, പിന്നെ 2, അതായത് 1 ഇല്ല, 2, 3 ഇല്ല, 4 അല്ലെ, 4 മണി തന്നു. ഇനി അപ്പൊ ഏത് ടൈം വരയ്ക്കണം? 6 മണി. ഇവര് 2 കൂടി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇതിന്റെ ഒരു ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കി ആ ഒരു കണക്ഷനിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ക്ലിയർ ആകുന്നുണ്ടോ? എല്ലാവർക്കും പിടി കിട്ടുന്നുണ്ടോ? ഫിഗർ സീരീസ് കംപ്ലീഷൻ എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ആദ്യ ചോദ്യം നമ്മൾ കണ്ടു, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു, തേർഡ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും പിടികിട്ടി. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം പിടികിട്ടിയോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഈ ചോദ്യം പിടികിട്ടിയോ? ക്ലിയർ ആണോ? ഇത് മനസ്സിലായില്ലേ? ഇത് പിടികിട്ടിയോ? ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. കിട്ടുന്നുണ്ടോ? നോക്കാം. ആരാണ് ഏറ്റവും ആദ്യം ആൻസർ പറയുന്നത് എന്ന് നോക്കാം. ജലജയ്ക്ക് പിടികിട്ടിയോ? ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല. ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ ഫിഗർ വ്യക്തമായി കാണാൻ പറ്റില്ല, അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻസർ താണ്ടേ വന്നു കഴിഞ്ഞു. ഷൗഹാൻ പറയുന്നു 4 ആണ്. പിന്നെ ഏറ്റവും ആദ്യം പറഞ്ഞത് അനികയാണ്. കൺഗ്രാറ്റ്സ് അനിക. അഭിരാമി തൊട്ടുപിറകിൽ തന്നെ പറഞ്ഞു. പിന്നെ ഷൗഹാൻ പറഞ്ഞു, ജോബി പീറ്റർ പറഞ്ഞു, ഇവ പറഞ്ഞു, ആൻഡ്രിയ, റിധിൻ, ലിജോ, റീന, ഷെറിൻ, ഒരുപാട് പേര് ആൻസർ ഡി ആണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. റയാൻ, ലിജോ, ആവണി എല്ലാരും പറഞ്ഞു. നമുക്ക് മനസ്സിലായി. ഇതാദ്യം ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു എങ്കിൽ ഇങ്ങോട്ടാണ്. ഇതൊരു റെക്ടാങ്കിൾ അല്ല, ഇതൊരു സ്ക്വയർ ഷേപ്പ് ആണ്. തുല്യമായിട്ടല്ലേ ഈ കാണുന്ന റെക്ടാങ്കിളാ, ഇതല്ല, ഇതൊരു സ്ക്വയർ ആണ് അല്ലെ, സ്ക്വയർ ആണിത്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, 4 ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ കാണിക്കാം. കുറച്ചു പേർക്ക് ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ വരച്ച് കാണിക്കുകയാണ്. ആദ്യ ഫിഗറിൽ 1 ലൈൻ, അടുത്ത ഫിഗറിൽ 2 ലൈൻ, അടുത്ത ഫിഗറിൽ 1, 2, 3 ഫിഗർ. ഈ ഫിഗർ എന്താണ്? ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷനിൽ ആദ്യം 2 ലൈൻ, അടുത്തത് ഇങ്ങനെയാണ് 4 ലൈൻ. ഇനി സർക്കിളിലാണ് 4 ലൈൻ, അടുത്തത് 3 ലൈൻ, 4 ലൈൻ, 3 ലൈൻ, 4 ലൈൻ, 2 ലൈൻ. ഏതാണ് നിങ്ങളുടെ ആൻസർ? ഓക്കെ, ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് സീനയാണ്, 3 പറഞ്ഞു. അനിക 3 പറഞ്ഞത് ഈ ചോദ്യം തന്നെ അല്ലേ? ഓക്കെ, അനികയാണ് ഇപ്പോഴും ടോപ്പിൽ. ആൻസർ വളരെ ഫാസ്റ്റ് ആയി 3 പറഞ്ഞു. അലൻ, ബിൻസൺ, രാഹുൽ, ജുവൽ, സന്ദീപ്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ ഉത്തരത്തിലേക്ക് പോവുകയാണ്. ഇത് 1 ലൈൻ ആണ്, അടുത്തത് 2 ലൈൻ ആണ്, അടുത്തത് 3 ലൈൻ ആണ് സർക്കിളില്.
ഇനി പിന്നെ എന്തായാലും ഏത് ലൈൻ ആയിരിക്കും? 4 ലൈൻ ആയിരിക്കും. 4 ലൈൻ വരുന്നത് ഓപ്ഷൻ 3 ആണ്. എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. എങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് ഫിഗർ സീരീസിന്റെ അടുത്ത പ്രോബ്ലം. ഫിഗർ സീരീസിന്റെ അടുത്ത പ്രോബ്ലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഫിഗർ സീരീസ് പ്രോബ്ലം. ആൻസർ വന്നോ? ഈ പ്രാവശ്യം ഏറ്റവും ഫസ്റ്റ് വന്നത് ആർക്കാണ്? ഫസ്റ്റ് ആൻസർ പറഞ്ഞ ആരാ? പൊന്നു ആൻസർ പറഞ്ഞു. ശിവനന്ദ 3 പറഞ്ഞു. ലിതിൻ ലിജോ 1 പറഞ്ഞു. ലിതിൻ റിജോ ആണ് ഏറ്റവും പറഞ്ഞത്. ഹായ് ജലജ. ജലജയ്ക്ക് മനസ്സിലായോ? നെറ്റ് കിട്ടുന്നില്ലല്ലേ? അഭിരാമി. അപ്പോൾ നമ്മള് ആൻസറിലേക്ക് പോവുകയാണ്. എന്താണ് നമ്മുടെ ആൻസർ? ഇവിടെ ദാണ്ട് ഈ സൈഡിലാണ് ഒരു കുത്ത്. അടുത്ത ഈ സൈഡ്. ഇനി ഏത് സൈഡ് ആയിരിക്കണം? ഈ സൈഡ് ആയിരിക്കണം. നമ്മുടെ ആൻസർ ഓപ്ഷൻ 1 ആണ് അല്ലെ? നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ സൈഡ് വെച്ചു. അടുത്തത് നിങ്ങൾ കാണുന്ന ആദ്യം പറഞ്ഞേക്കുന്നത് ഏത് സൈഡാണ്? നോക്കിക്കോ. നമ്മളിപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ഇങ്ങനെ മാത്രം വരച്ചെങ്കിൽ ഈ സൈഡാണ് ആദ്യം. അടുത്തത് വന്നിരിക്കുന്നത് ഈ സൈഡിലാണ്. അടുത്തത് ഈ സൈഡിലാണ് എങ്കിൽ നമ്മുടെ ഫോർത്ത് ഫിഗറിൽ ഈ സൈഡിൽ തന്നെ കുത്ത് വന്നിരിക്കണം. ഈ ബ്ലാക്ക് പോയിന്റ് വന്നിരിക്കണം. ആ സൈഡിൽ ബ്ലാക്ക് പോയിന്റ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഉത്തരം ഇതാണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, വളരെ ക്ലിയർ ആണ്. എങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ഫസ്റ്റ് ആൻസർ പറയുന്നത് ആര് എന്ന് നമുക്ക് നോക്കണം. ഇതാണ് നമ്മളുടെ ചോദ്യം. ക്വസ്റ്റ്യനിൽ ആദ്യം ഒരു ട്രയാങ്കിൾ, അടുത്ത ട്രയാങ്കിളിൽ ഇങ്ങനെ ഡോട്ടുകൾ, അടുത്ത ട്രയാങ്കിളിലേക്ക് പോകുമ്പോഴും ഇങ്ങനെ ഡോട്ടുകൾ ഉണ്ട്. കൃത്യം നമ്പർ ഡോട്ടുകളാണ് മാം വരയ്ക്കുന്നത്. ലാസ്റ്റ് ട്രയാങ്കിൾ എന്താണ്? അപ്പോ ഇനി ആർക്കെങ്കിലും കാണാൻ പറ്റുന്നില്ലെങ്കിലോ എന്നോർത്താണ് മാം ഒന്നും കൂടെ വരച്ച് കാണിക്കുന്നത്. അടുത്തതില് 2 ട്രയാങ്കിൾ ആണ് ഡോട്ട്. ഇനി ഈ മൂന്നാമത്തെ ഫിഗറിൽ 1 2 3 4 5 6 7 പിന്നെ 8 9 ഡോട്ട് വരുന്നു. അടുത്ത ഫിഗർ ട്രയാങ്കിൾ തന്നെ 1 2 3 4 5 6 7 8 9 9 ഡോട്ടാണ് ഇവിടെയും വരുന്നത്. 1 2 3 4 5 6 7 8 9 2 4 6 8 9 രണ്ടിടത്ത് 9 ഡോട്ടുകളാണ് വരുന്നത്. ഇനി ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല, ബാക്കി എല്ലായിടവും ഒരു കുഞ്ഞ് ട്രയാങ്കിൾ പോലെയാണ്. പക്ഷെ ഈ ഓപ്ഷനിൽ 9 ഡോട്ടുകളാണ്, പക്ഷെ 3 സർക്കിളുകളാണ് ഉള്ളത്. 9 ഡോട്ടുകൾ ഉണ്ട്, പക്ഷെ 3 കുഞ്ഞ് സർക്കിളുകൾ ഈ ഒരു ഓപ്ഷനിൽ കാണാൻ പറ്റും. അപ്പൊ അതൊന്ന് വലുതാക്കി കാണുക. ഞാൻ ഒന്നും കൂടെ ഒന്ന് വലുതാക്കാൻ ശ്രമിക്കുകയാണ്. വലുതാക്കി കാണിക്കട്ടെ? ഓക്കെ, 3 or 4 എന്ന് പറയുന്നു. ഞാൻ ഒന്ന് വലുതാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ഒരു കുഞ്ഞ് സർക്കിൾ കാണാൻ പറ്റുന്നുണ്ടോ? കുഞ്ഞ് സർക്കിൾ കാണാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് ഭയങ്കരമായി സൂം ചെയ്യുകയാണ്. കണ്ട കുഞ്ഞ് സർക്കിള് നിങ്ങൾ എത്ര പേർ കണ്ടു? കുഞ്ഞു 3 സർക്കിൾ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ 3 എന്ന ഓപ്ഷൻ നമ്മൾ ഉത്തരമായി എടുക്കാത്തത്. എല്ലാവർക്കും കാണാൻ പറ്റിയോ? കുഞ്ഞു 3 സർക്കിൾ കാണാൻ പറ്റിയോ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. എന്തുകൊണ്ട് 4 ആയി എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ആണ്.
ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഞാൻ പഴയ ഫിഗറിലേക്ക് വരികയാണ്. കിട്ടുന്നുണ്ടല്ലോ? എല്ലാവർക്കും പിടികിട്ടിയില്ലേ? അപ്പൊ നമ്മൾ അടുത്ത ആൻസർ, ഇതിന്റെ ആൻസർ എന്താണ്? എല്ലാവർക്കും പിടികിട്ടി. കാര്യം ഇവിടെ 3 സർക്കിൾ വന്നു, 9 എണ്ണമുള്ള ഇതാണ് ആൻസർ. ഇവിടെ 0 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 5 ആണ്. അപ്പോ 3, 5, ഇവിടെ വരുന്നത് 5 ആണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നിരിക്കുന്നു. അപ്പൊ 0, 3, 5. അടുത്ത് നമ്മള് 7 ഉള്ള ഓപ്ഷൻ ഒന്നും നമുക്കില്ല അല്ലെ. ഇത് 0 ആണ്, ഇത് 3 ആണ്, അല്ലെ ഇത് 6 ആണ്, ഇവിടെ 6 ആണ്. 3, 6. അടുത്ത് നമുക്ക് 9. 0, 3, 6. അടുത്ത 9 വരണം. 9 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇത് 2 ആൻസർ അല്ലാന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ 3 സർക്കിൾ ഉണ്ട്, അതുകൊണ്ട് ഇതാണ് ആൻസർ. അടുത്ത ചോദ്യം ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ചെയ്യുക ആൻസർ. ഓക്കെ, പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആണ്? വളരെ ഫാസ്റ്റ് ആൻസർ പറയുക. എന്തായിരിക്കും നമ്മുടെ ആൻസർ? ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ ആൻഡ് സെലക്ട് ദ ഫിഗർ ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ ഗിവൻ സീരീസ്. കിട്ടുന്നുണ്ടോ? ആൻസർ കിട്ടിയ? ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. നമ്മുടെ ആൻസർ എന്താണ് നമ്മളുടെ ആൻസർ? എല്ലാരും ഒന്ന് പറഞ്ഞേ. സമയമായി, നമുക്ക് പോകാം. നമുക്കൊരു ക്വസ്റ്റ്യൻ പഠിക്കണ്ടേ? അപ്പൊ ഇതാണ് ആദ്യ ഫിഗർ, ഓപ്പോസിറ്റ് ആണിത്. അപ്പൊ ഈ ഫിഗറും സെയിം ആണ് എങ്കിൽ ഈ ഫിഗറും സെയിം ആയിരിക്കണം. അപ്പൊ സെയിം ആയിട്ടുള്ള ഇവിടെ 3 ഡോട്ടേ ഉള്ളൂ. ഡോട്ട് ഒരെണ്ണം കുറവല്ലേ? ഇവിടെ 3 ഡോട്ടേ ഉള്ളൂ. ഇത് 2 ഉത്തരമല്ല. ഇത് 4 ഡോട്ടാണ്, ഇത് 4 ഡോട്ടാണ്. പക്ഷെ ഇതാണ്ട് ഇതിന് തുല്യമായിരിക്കണ്ടേ? ഇതിന്റെ സെയിം ഇമേജ് ആയിരിക്കണ്ടേ? അപ്പോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്ന ആൻസർ എല്ലാവർക്കും കിട്ടിയോ? ഓപ്ഷൻ ബി കിട്ടിയോ? ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? നന്നായി മനസ്സിലായോ? ആള് ചോദ്യം ഇത് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ കണ്ടു, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഇത് കണ്ടു, ഇത് കണ്ടു, ഇത് പഠിച്ചു, ഇത് കണ്ടു, ഈ ക്വസ്റ്റ്യൻ കണ്ടു, അടുത്ത കണ്ടു, ഇത് മനസ്സിലായി, ഇത് പിടികിട്ടി, ഇത് കിട്ടിയില്ലേ, ഇത് കിട്ടിയില്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമ്മളുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ഫിഗർ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ ആണ്? നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണോ? എല്ലാരും ആൻസർ കണ്ടുപിടിച്ചോ? കിട്ടിയ ആൻസർ എത്ര പേർക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു? ക്ലാസ് ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ഇമോജീസ് ഇട്ടേ. ഇത് കണ്ടോ? ഇത് എങ്ങനെ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം? ഇതൊരു ജോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ ആണ്. ഈ ഒരു ഡോട്ട് എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം എന്നാണ് ചോദ്യം. ഇവിടെ കൊണ്ടുവച്ചാൽ ഫില്ലാവോ? ഇല്ല. ഇതിന്റെ ഒരു വലിപ്പം നോക്കണം, അതിനനുസരിച്ച് നമുക്ക് വെക്കണം. അപ്പോ ഇത് തിരിച്ചതാ ഇങ്ങോട്ട് വരച്ചു വെച്ചാൽ ഫില്ലാവോ? ഇല്ല. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഞാൻ ഇത്രയും ഭാഗം മുറിച്ചു മാറ്റി. അപ്പൊ അവിടെ ഞാൻ അങ്ങനെ തന്നെ ഒരു കഷ്ണം കൊണ്ട് വെച്ചാലല്ലേ അത് ഫില്ലാക്കാൻ പറ്റൂ. അങ്ങനെ തന്നെ കൊണ്ടുവെക്കണ്ടേ ഫില്ലാക്കാൻ? അപ്പോ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ട് അതിനെ ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും പിടി കിട്ടിയില്ലേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അടിപൊളിയായിട്ട് നമ്മുടെ എല്ലാവരുടെയും കേരളത്തിന്റെ ദേശീയോത്സവമായിട്ടുള്ള ഓണം സെലിബ്രേഷൻ, ഈ ഒരു ഓണം നിങ്ങൾ എല്ലാവരും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നന്മ നിറഞ്ഞതുമായി മാറട്ടെ. എല്ലാവരും നല്ല തകർത്തായിട്ട് എന്ത് ചെയ്യണം? ഓണം ആഘോഷിക്കുക. എല്ലാവർക്കും ഹാപ്പി ഓണം. അഡ്വാൻസ് ആയി തന്നെ പറയുകയാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഹാപ്പി ഓണം.
സമാധാനവും സന്തോഷവും നമ്മുടെ കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ ലോക ജനങ്ങൾക്ക് മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. നന്നായി പഠിക്കുക. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ടേക്ക് കെയർ, ബൈ ബൈ.